ഹലോ ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th കേരള സിലബസിലെ തേർഡ് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് 30 എലമെൻറ്റ്സ്. ഇതിൽ 20 എലമെൻറ്റ്സ് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊരു 30 എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പർ കറക്റ്റായിട്ട് പഠിച്ചാലാണ് ഈ ഒരു ചാപ്റ്റർ ഈസി ആവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം 9th നല്ലതുപോലെ പഠിച്ചതാണ്, എങ്കിലും മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് മീൻസ് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർ മോഡലിൽ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഇരിക്കുന്നു. ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഓർബിറ്റുകളുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഓരോ ഓർബിറ്റുകൾ ഇവിടെ ഷെല്ലുകൾ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, അങ്ങനെ ഷെല്ലുകൾ ഓരോ ഷെല്ലുകളായിട്ട് നമ്മൾ എടുത്തേക്കാം. ഈ ഷെല്ലുകൾക്ക് നെയിമുണ്ട്, KLMN, ഇങ്ങനെ ഷെല്ലിന് നെയിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ്, രണ്ടാമത്തത് M ഷെല്ല്, L ഷെല്ല്, അങ്ങനെ KLMN, അങ്ങനെ നമ്മൾ ഷെല്ലുകൾ പറയുകയാണ്. അപ്പോൾ ഓരോ ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ നമ്പർ 1, N2, N3 എന്നാണ് ഈ വർഷം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ N എന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഷെല്ല്, N രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ ഈ KLMN ഷെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മാക്സിമം ഇലക്ട്രോണുകളെ ഇടാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കുമ്പോൾ K ഷെല്ലിൽ എല്ലാ ഇലക്ട്രോണും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. K ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. L 8, M 18 വരെ ഫില്ല് ചെയ്യാം, N 32 വരെ ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറിയും, മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയണം അല്ലേ. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ ഈസി ആയിട്ട് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു വെച്ചേക്കല്ലേ 12 ആണെന്ന്. അതെങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്? ഇത് നോക്കി, ഈ ഒരു 12 എനിക്ക് കിട്ടിയത് ഇവിടുന്ന്. അറ്റോമിക് നമ്പർ 12 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പറും 12 ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ടത് നമ്മൾ മനസ്സിലാക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോണിൻ്റെ നമ്പർ മനസ്സിലാക്കാനാണ്ട് എല്ലാ 30 വരെയുള്ള എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 ആണ് അറ്റോമിക് നമ്പർ 12. നമുക്ക് KLMN ഷെല്ലുകളിൽ ഫില്ല് ചെയ്ത് നോക്കാം. ഈ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ K ഷെല്ലിൽ എനിക്കറിയാം മാക്സിമം 2 ഇലക്ട്രോണേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ Kയിൽ 2 ഫില്ല് ചെയ്തു. ഇനി Lലേക്ക് വരുമ്പോൾ ഇവിടെ 8 എണ്ണം വരെ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് 8 വരെ ഫില്ല് ചെയ്താം. ഇപ്പോൾ 2, 8, 2 + 8 10 ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അല്ലേ. 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇനി ഒരു 12 ഇനി എത്ര ബാലൻസ് ഉണ്ട്? ആ 2 ഇലക്ട്രോൺ നമ്മൾ M ഷെല്ലിൽ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ 2, 8, 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ ഇട്ടിട്ട് 2, 8, 2 എന്ന് എഴുതി കൊടുത്താൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇവിടെ സെറ്റായി. അപ്പോൾ 12 ഇലക്ട്രോൺസ് ഉള്ള മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 2 എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. നമുക്ക് കാൽസ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കാം. കാൽസ്യത്തിൻ്റെ 20 ആണല്ലേ. അപ്പോൾ 20 ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. എങ്ങനെ ഫില്ല് ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ KL ഷെല്ലുകൾ നോക്കാം. അപ്പോൾ നമുക്കറിയാം 20 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിലാദ്യം തന്നെ K ഷെല്ലിൽ 2 ഇലക്ട്രോണെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ 2 ഇലക്ട്രോണെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി L ഷെല്ലിൽ 8 ആണ്, അതെ 8 നമ്മളിത് ഇവിടെ ഫില്ല് ചെയ്തു. അപ്പോൾ 2, 8, 10 ഇപ്പോൾ ഫില്ലായിട്ടോ. ഇനി നമുക്ക് ബാക്കി 10 കൂടി ഉണ്ട്, കാരണം 20 ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ ആ 10 ഈ M ഷെല്ലിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മനസ്സിലാക്കുക 18 ഇലക്ട്രോൺ ഇടാൻ പറ്റും. നമ്മുടെ M ഷെല്ലിന് 18 ഇലക്ട്രോൺ ഇടാൻ പറ്റും എന്ന് കരുതി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. M ഷെല്ലിൽ നമുക്ക് 18നേക്കാൾ കുറവ് നമ്പേഴ്സാണ് M ഷെല്ലിലേക്ക് ഇടാൻ വരുന്നതെങ്കിൽ, അത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം 8 ഫില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. 8നേക്കാൾ കൂടുതലാണെങ്കിൽ, 18നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഈ M ഷെല്ലിൽ നമുക്ക് 18 ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ 18നേക്കാൾ കുറവാണ്, 10 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18നേക്കാൾ കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 ഇടാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും 8 ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ എത്രയായി 2 8 8, അപ്പോൾ 18 ഫില്ല് ചെയ്തു. ഇനി ഒരു 2 കൂടി ബാലൻസ് ഇല്ല, അപ്പോൾ നമ്മൾ ബാലൻസ് ഇവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? നമ്മൾ ഈ KLMN ഷെല്ലിൽ ഫില്ല് ചെയ്തത് കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയി. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ എഴുതി Kയിൽ 2, Lയിൽ 8, Mയിൽ 2. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കോമയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനായി. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 2. അപ്പോൾ ഇലക്ട്രോണിൻ്റെ നമ്പർ നോക്കുക 12 ആണല്ലേ. ആ 12ന് നമ്മൾ 2 8 2 എന്ന് എഴുതിയപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓക്കെ ആയി. ഇതേപോലെ നമുക്ക് കാൽസ്യത്തിൻ്റെ നോക്കാം. അങ്ങനെ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അവിടെ സെറ്റാക്കി. ഇനി നമുക്ക് ബോർ മോഡലിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ദ ബോർ മോഡൽ ഓഫ് ആറ്റം ഓർബിറ്റ് ഹാവ് ഡെഫിനിറ്റ് എനർജി ലെവൽസ്, ദേ ആർ നോൺ എസ് സ്റ്റേഷനറി എനർജി ലെവൽസ്. അതായത് ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് കഴിയുന്തോറും ഓരോ ഷെല്ലുകൾ കൂടി വരാല്ലേ. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഓർബിറ്റ് എന്ന് അറിയപ്പെടുന്നു. ഇവർക്കൊക്കെ അവിടെ കറക്റ്റായിട്ട് എനർജി ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടൊരു എനർജി ഉണ്ട്. അതുകൊണ്ട് ഇവരെ സ്റ്റേഷനറി എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയസിൽ നിന്ന് പോകുന്തോറും എനർജി കൂടി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇനി ഈ ഒരു ടേബിളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മസ്റ്റായിട്ട് ഇനി മറക്കാതിരിക്കുക. ദ നമ്പർ വിച്ച് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഓർബിറ്റൽ ആൻഡ് ഇലക്ട്രോൺ ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം കോൾഡ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് N എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഷെല്ലില്ലേ, അതായത് ഒന്നാമത്തെ ഷെല്ലിൻ്റെ നമ്പർ 1, ആ 1നെയാണ് N എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, ആ നമ്പറാണ്. ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ Nനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പേഴ്സ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ N എന്നാണ് ഡിനോട്ട് ചെയ്യണമെന്ന് ഇനി മറക്കാൻ പാടില്ല കേട്ടോ, അത് ഓർത്ത് വെക്കുക. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് L വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ L വെച്ചിട്ടാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് 3 ഡയമെൻഷണൽ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിഫൈൻസ് ദ 3 ഡയമെൻഷണൽ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. അത് മനസ്സിലാക്കുക, 3 ഡയമെൻഷണൽ ഷേപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ദ സബ്ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അസിമുത്തൽ നമ്പർ ഈസ് ഓൾസോ യൂസ് ടു റെപ്രസെൻറ്റ് ദ സബ്ഷെൽ ഓഫ് ഈച്ച് ഷെല്ല്. എല്ലാ ഷെല്ലുകളിലും ഓരോ സബ്ഷെല്ലുകളുണ്ട്. ആ സബ്ഷെല്ലുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സബ്ഷെല്ല്? എസ്, പി, ഡി, എഫ്. അപ്പോൾ SPDF ഇനി നമ്മളത് മറക്കാൻ പാടില്ല. SPDF എസ്സിൽ എപ്പോഴും L 0 വരുന്നത്, പിയിൽ എപ്പോഴും L 1 ആണ് വരുന്നത്, Lൽ പിന്നെ ഡിയിലാണ് 2, L 3, എഫിലാണ് 3 വരുന്നത്. അത് കറക്റ്റായിട്ട് എങ്ങനെ ഓർത്തിരിക്കാം? എസ്സിൽ എപ്പോഴും 0 ആണ്. SPDF എന്ന് ഓർത്തിരിക്കുക കേട്ടോ. SPDF അതൊരു ഓർഡറാണ്. നമ്മുടെ 4 സബ്ഷെല്ലുകളാണ്. എസ്സിൽ എപ്പോഴും 0, പിയിൽ 1, ഡിയിൽ 2, 3 ആണ്. ഇത് ഇങ്ങനെയാണ് Lൻ്റെ വാല്യൂ വരുന്നത് കേട്ടോ. അത് മറക്കാൻ പാടില്ല. ഇനി ഓർത്ത് അവിടെ എഴുതി വെച്ചോ, എന്നാലാണ് ഇനി ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആകുമ്പോൾ L 0 ആയിട്ടാണ് വരുന്നത്. 2 ആകുമ്പോൾ അവിടെ നമുക്ക് 0യും 1ഉം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം കേട്ടോ. അതെങ്ങനെയാണ് വന്നതല്ലേ, അത് കാണിച്ചു തരാം മിസ്സ്. L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, n-1 ആണ് കേട്ടോ L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. N എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ആണല്ലോ, 1. അവിടുത്തെ 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 0 എന്ന് പറയുന്നത് എസ്സിൽ, അപ്പോൾ അവിടെ S മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഷെല്ല് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ആണെങ്കിൽ നമുക്ക് N 2 ആയിട്ട് എടുത്തു. 2 - 1 = 1. അപ്പോൾ 1 വന്നാൽ നമുക്കറിയാം പിയിലാണ് 1 ഉള്ളത് അല്ലേ. അവിടെ പി ഉണ്ടെങ്കിൽ എസ് ഫില്ല് ചെയ്തിട്ടാണ് എന്തായാലും പിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഓൾറെഡി അവിടെ S ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് 1 കിട്ടിയതുകൊണ്ട് അവിടെ 1 മാത്രമല്ല ഉള്ളത്, 0യും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എസ്സും പിയും അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ.
അപ്പോൾ എസും ബിയും നമ്മൾ സെറ്റ് ചെയ്തല്ലേ. ഇനി അടുത്ത 3യും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. 3 എങ്ങനെയാണ്? 3 ആണ് അവിടുത്തെ, മൂന്നാണ് അവിടുത്തെ അല്ലേ. n 3 എടുത്തു. 1 n-1 എന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തപ്പോൾ അവിടെ 2 കിട്ടി. 2 എന്ന് പറയുന്നത് ഏത് സബ്ഷെല്ലിലുള്ളതാ? ഡിയിലാണ് അല്ലേ. അപ്പോൾ ഡി അവിടെ ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് എസും പിയും ഉണ്ടാവണമെന്ന് അറിയാലോ. അതുകൊണ്ട് 0യും 1 അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ SPD വരെ 4th ഷെല്ലിലാണ്. n 4 ആകുമ്പോഴാണ് എഫ് വരുന്നത്. എഫിൽ 3 ആണ് വാല്യൂ. അപ്പോൾ ഈ വാല്യൂസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. SPDF ഓർത്തിരിക്കുക കേട്ടോ. SPDF. അങ്ങനെയാണ് ഈ നെക്സ്റ്റ് ക്വാണ്ടം നമ്പർ പരിചയപ്പെടാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് M എന്ന സിമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇതെന്തിനാണ്? ക്വാണ്ടം നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഡിഫറൻസ് ഇൻ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽ ഈസ് കോൾഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡയമെൻഷന് ഏത് ദിശയിലാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. M കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയാം 2l+1. 2l+1. L നമ്മളിപ്പോൾ കണ്ടുല്ലേ. എസ്സിൽ എപ്പോഴും 0 പിയിൽ എപ്പോഴും 1 ആണ്. SPDF ഓർത്തിരിക്കുക, എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ, അത് മറക്കാൻ പാടില്ല. അപ്പോൾ എസ്സിൽ എത്രയായിരിക്കും M എന്ന് കണ്ടുപിടിക്കുക ഈസി. എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എസ്സിൽ 2l 2 × l. എസ്സിൽ L എത്രയാണ്? 0 +1. അപ്പോൾ 0 + 1 തന്നെയാണ്. എസ്സിൽ M വരുന്നത് 1 ആണ് കേട്ടോ. ഇനി പി നോക്കിയേ. പിയിൽ 1 ആണ് L അല്ലേ. അപ്പോൾ 2 × 1 2 × 1 എന്ന് എഴുതാം. എന്നിട്ട് +1 അപ്പോൾ എത്ര കിട്ടും? 2 × 1 എന്ന് പറയുമ്പോൾ 2 + 1 അല്ലേ. അപ്പോൾ 2 × 2 എന്ന് പറയുന്നത് ഇവിടെ പി നമ്മൾ 1 ആയിട്ട് എടുത്തുകൊണ്ട്, അല്ല ഡി നമ്മൾ 2 ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ L 2 ഇട്ട് കൊടുത്തു. അപ്പോൾ എത്ര കിട്ടി? 2 × 2 4 + 1 എത്ര കിട്ടി? 5 വന്നല്ലേ. ഇനി നമുക്കതുപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ വാല്യൂസ് കൂടി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് 2l+1 വെച്ച് നമ്മൾ ഓരോ എല്ലും വെച്ചിട്ട് ചെയ്ത് M കണ്ടുപിടിക്കുക. ഇനി അടുത്ത ടേബിളിൽ നോക്കാം. അങ്ങനെ നമ്മൾ M കണ്ടുപിടിച്ചു. നമ്മൾ എമ്മിനെ നമ്പർ ഓഫ് ഓർബിറ്റൽ എന്ന് പറയും. നമ്പർ ഓഫ് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് ഈ ഒരു എമ്മിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ M ആട്ടോ കണ്ടുപിടിച്ച് തരാം. അപ്പോൾ എസ്സിൽ 1, പിയിൽ 3, ഡിയിൽ 5, എഫിൽ 7. അപ്പോൾ അതും എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്നുള്ളൂ. 1 3 5 7. ഇത് എസ്സിൽ, ഇത് പിയിൽ, ഇത് ഡിയിൽ, ഇത് എഫിൽ. അപ്പോൾ SPDF നമ്മൾ ഓർത്തിരിക്കുക. എല്ലാവുമ്പോൾ 0 1 2 3, M ആകുമ്പോൾ 1 3 5 7 അത്രയും ഓർത്തിരിക്കുക. ഇനി മക്കൾ നോക്കിക്കേ, നമുക്കൊരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കുക. അതായത് ഒന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ 1² അതിൻ്റെ 1² ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ. അതായത് 1 × 1 എത്രയാണ്? 1 തന്നെ കിട്ടി അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ 1 തന്നെ കിട്ടി. ഇവിടെ നോക്കി, ഇവിടെ 2 ആണ്. അപ്പോൾ 2². അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആണെന്ന് അറിയാമല്ലേ. അപ്പോൾ ആ 4 തന്നെ നമുക്ക് ഇവിടെയും കിട്ടി. ഇനി 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. അതവിടെ ഉണ്ട് 4. അതായത് ടോട്ടൽ നമ്പർ എന്ന് പറയുക ഷെല്ലിൻ്റെ സ്ക്വയർ ആയിരിക്കും എപ്പോഴും സബ്ഷെല്ലിൽ നമ്മൾ സബ്ഷെല്ലിൽ വെച്ച് കണ്ടെടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റലിൻ്റെ എണ്ണം വരുന്നത് n² എന്ന ഇക്വേഷനാണ്. n² ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് വരുന്നത്. ഇനി നമുക്ക് ഈ ടേബിളൊന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, M ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അതായത് K ഷെല്ലിൽ 2, L ഷെല്ലിൽ 8, M ഷെല്ലിൽ 18, N ഷെല്ലിൽ 32. ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതേപോലെ തന്നെ സബ് ഷെല്ലിൽ ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം നമ്പർ ഉണ്ട്. ഇതുപോലെയാണ് സബ് ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് ഷെല്ലിലെ നമ്പർ ഓഫ് ഓർബിറ്റ് നോക്കാം. അതിനോട് × 2 ചെയ്തപ്പോൾ ആ ഒരു വാല്യൂ കിട്ടുന്നത് കേട്ടോ. പിയിലാണെങ്കിൽ 3 × 2 6, ഡിയിലാണെങ്കിൽ 5 × 2 10 എന്ന് കിട്ടി. എഫിലാണെങ്കിൽ 7 × 2 14 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു നമ്പർ മറക്കാൻ പാടില്ല. അതായത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം അത് സബ് ഷെല്ലിൽ ഈ നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ അവിടെ എഴുതി വെക്കാം. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതായത് സബ് ഷെല്ലിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുന്നതിന്
അതായത് നമുക്ക് മാക്സിമം ഇലക്ട്രോൺ സബ്ഷെല്ലുകളിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ നമ്പറാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ് സബ്ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോണാണ്, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണാണ്, ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണാണ്, എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോൺ. അങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതപ്പോൾ അവിടെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഒന്നാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത് 1s എന്നാണ് കേട്ടോ, 1s. ഇനി രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലുകളെ ആയിട്ടുള്ളത് 2sഉം 2p ആണ്, 2s 2p. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ സബ്ഷെല്ലുകൾ ആരൊക്കെയാണ്? 3s 3p 3d. അവിടെ നമുക്ക് d വരെ ഉള്ളൂ അല്ലേ. ഇനി ഫോർത്ത് സബ്ഷെല്ലിലോ നാലാമത്തെ ഷെല്ലിൽ നമ്മൾ 4s 4p 4d 4f വരെ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഒരു ഓർഡറിൽ എഴുതണമെന്ന് ശ്രദ്ധിക്കാട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? എനർജി കൂടുന്നതനുസരിച്ചാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ദ എനർജി ഓഫ് സബ്ഷെൽ ഇൻക്രീസ് ഇൻ ദ ഫോളോവിങ് ഓർഡർ. അതായത് എസ് പി ഡി എഫ് ഇങ്ങനെയാണ് എനർജി കൂടി. ഇനി എന്താണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് നോക്കാം. വെൻ ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ആർ ഡിസ്ട്രിബ്യൂട്ട് ഇൻ സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദേ ആർ ബീയിങ് ഫിൽഡ് ഗ്രാജുവലി ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് ദ സബ്ഷെൽ. അതായത് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഓർഡറിലാണ് സബ്ഷെല്ലുകളിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എനർജി കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തിരിക്കുന്നതിനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കാരണം ഇവിടെ നിന്ന് നമുക്ക് എനർജി കൂടി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി 1s എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? n1ഉം എസ് എന്ന് പറഞ്ഞാൽ എസ്സിലെ എല്ലിൻ്റെ വാല്യൂ ആണ് നോക്കുന്നത്. എസ്സിലെ എല്ലിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അവിടെ n1 + 0 n + l എന്ന് പറഞ്ഞാൽ 1 + 0 1 കിട്ടി. 2s എന്ന് പറഞ്ഞാൽ n2ഉം എസ് അവിടെ 0 തന്നെയല്ലേ. എല്ലിൻ്റെ വാല്യൂ എപ്പോഴും 0, എസ്സിൽ 0 ആയിരിക്കും. എസ്സിൽ 0 ആണ് എല്ലിൻ്റെ വാല്യൂ. അപ്പോൾ 2 + 0 2 എന്ന് കിട്ടി. ഇനി 3d ആകുമ്പോഴോ n3 ആണ്. എൽ അവിടെ ഡിയുടെ എൽ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ 3 + 2 5. ഇവിടെയാണ് ഒരു ചേഞ്ച് വരുന്നത്. 4s ഓക്കെ, 4s n4 ആണ്. എസ്സിലെ എല്ലിൻ്റെ വാല്യൂ 0. അപ്പോൾ 4 + 0 4 എന്ന് വന്നല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 4sൽ 4 എനർജി ഉള്ളൂ, പക്ഷേ 3dയിൽ 5 എനർജി ഉണ്ട്. അപ്പോൾ ആർക്കാ കൂടുതൽ എനർജി? നമ്മുടെ 3dക്കാണല്ലേ. അപ്പോൾ 3dക്ക് മാത്രം 3d നമ്മൾ എഴുതുമ്പോൾ ഇനി മുതൽ 4s കഴിഞ്ഞിട്ടാണ് എഴുതുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 4s കഴിഞ്ഞിട്ട് നമ്മൾ 3d എഴുതും. അതിൻ്റെ റീസൺ എന്താ? 4sനേക്കാൾ എനർജി കൂടുതൽ 3dക്കാണ്. എനർജി കൂടി വരുന്ന രീതിയിലല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എനർജി കൂടി വരുന്ന രീതിയിൽ നമുക്ക് എഴുതാം 1s 2s 2p 3s 3p. കഴിഞ്ഞ് കഴിഞ്ഞാൽ 3p എഴുതി കൊടുക്കുക. 3p കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതി കൊടുക്കുക? 4s ആണ് കേട്ടോ എഴുതി കൊടുക്കേണ്ടത്. കാരണം 3d എഴുതൂല. 3dക്ക് എന്താ പ്രത്യേകതയുള്ളത്? 3dക്ക് എനർജി കൂടുതലാണ്. അതുകൊണ്ട് 4s കഴിഞ്ഞിട്ടാണ് 3d നമ്മളെപ്പോഴും എഴുതി കൊടുക്കുന്നത്. അപ്പോൾ 1s 2s 2p 3s 3p അത് കഴിഞ്ഞിട്ട് നമ്മൾ 4s എഴുതിയിട്ടാണ് 3d എഴുതുള്ളൂ. അപ്പോൾ എനർജി കൂടി വരുന്ന രീതിയിൽ നമ്മൾ എഴുതിയല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. എങ്ങനെയാണ് എഴുതുന്നത്? നമുക്കറിയാം എസ്സിൽ 2 ഇലക്ട്രോണെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പി എന്ന സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണാണ്, ഡിയിൽ 10 എഫിൽ 14. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതണേന്ന് അറിയാം. ഇപ്പോൾ നമുക്കിവിടെ നമുക്ക് ലിഥിയത്തിൻ്റെ എടുക്കാം. ലിഥിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ എത്രയാണ്? ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണല്ലേ. അപ്പോൾ ഈ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 ഇലക്ട്രോൺസിനെ എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമെന്ന് നോക്കാം. ആദ്യം 1s ഒന്നാമത്തെ സബ്ഷെല്ലിൽ നമുക്ക് എസ്സിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എസ്സിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം എന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 എന്ന് എഴുതി കൊടുക്കാം. ഇനി ബാലൻസ് എത്രയുണ്ട്? 3ൽ ഇപ്പോൾ നമ്മൾ 2 ഫില്ല് ചെയ്തിട്ടുള്ളൂ അല്ലേ. പിന്നെ ഒരെണ്ണം കൂടിയല്ലേ, അത് നമ്മുടെ അടുത്ത സബ്ഷെല്ലായിട്ടുള്ള 2sലേക്ക് ഫില്ല് ചെയ്യാം. 2sൽ ഇനി ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തേ. ഇപ്പോൾ 1s2 2s2, അതായത് 3 ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്തത് ഇങ്ങനെയാണ്, 1s2 2s2. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. 5 ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് 4 തന്നെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 4
ബെർലിയം 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. നമ്മളെങ്ങനെ ചെയ്യും? 4 എങ്ങനെയും ആദ്യം നമ്മൾ 1s ഇടാം. 1sൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. കാരണം 2 ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി 2sലും എസ്സിൽ 2 എത്ര നമുക്ക് എന്തായാലും ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ 4 ഫില്ല് ചെയ്തു. നമ്മുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഓക്സിജൻ നോക്കാം. ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ടല്ലേ. 8 ഇലക്ട്രോൺ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ 1sൽ നമുക്ക് എന്തായാലും 2 ഇലക്ട്രോൺ, എസ്സിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. 2sൽ ഞാൻ എന്ത് ചെയ്തു? 2 ഇലക്ട്രോണും കൂടി ഫില്ല് ചെയ്തു. അപ്പോൾ 4 അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് 1s 2sൻ്റെ അടുത്ത് ആരെ നമ്മൾ എഴുതുന്നത്? 2p അല്ല എഴുതുന്നത്. 2pയിൽ നമുക്ക് 6 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര എണ്ണം ഇനി ഫില്ല് ചെയ്യാം? നമുക്ക് 8 അല്ലേ ഉള്ളൂ. അപ്പോൾ 4 കൂടി ഫില്ല് ചെയ്താൽ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് 1s 2s 2p അതോടുകൂടി നമുക്ക് ആ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷനും സെറ്റായിട്ടുണ്ട്. ഇനി നിയോൺ നോക്കാം. നിയോൺ എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ ആണല്ലേ. അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യാം? ആദ്യം 1s2 എസ്സിൽ 2 ഇലക്ട്രോൺ, 2s2 ഇട്ടു. ഇപ്പോൾ 4 ഫില്ല് ചെയ്തു. ഇനി നമുക്ക് 2pയിൽ നമുക്ക് 6 ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാം. അതുകൊണ്ട് നമുക്കിത് 6 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ 10 ഫില്ല് ചെയ്തു. അങ്ങനെ ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ ഇവിടെയാണ് കേട്ടോ മെൻഷൻ ചെയ്യണത്. അങ്ങനെ എസ്സിൽ 2 പറ്റുള്ളൂ, പിയിൽ 6. ആ മാക്സിമം നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തില്ല. എപ്പോഴും നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം ഈ ഇത്രയും എസ്സിൽ നമുക്ക് എപ്പോഴും 2 ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിയോൺ വരെ നമ്മൾ ഓക്കെ ആക്കി. 1s 2s 2p 6 വരെ. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് ഇപ്പോൾ 1 to 10 വരെയുള്ള എലമെൻറ്റ്സ് നമ്മൾ കണ്ടു. ഇനി അടുത്ത ബാക്കി 10 വരെയുള്ള എലമെൻറ്റ്സിൽ എപ്പോഴും 10 നമുക്ക് 1s 2s 2p വരെ ചെയ്യാനുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിക്കേ, 11 മുതലുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് 3s കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 11 ഇലക്ട്രോൺ ആകുമ്പോൾ എങ്ങനെ എഴുതും? 1s2 2s2 ഇപ്പോൾ 4 ഫില്ല് ചെയ്തു. 2p6 ആകുമ്പോൾ 10 ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി 11 ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ 3s1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇനി 3s വരുന്ന ഒരു ഏരിയയാണ്. 3s അതിന് 3p ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 18ാമത്തെ ആർഗൺ ഇനി ചെക്ക് ചെയ്യാം. നമ്മൾ ആർഗൺ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെയ്യണമെങ്കിൽ ഇനി ആർഗണിൽ 18 ഉണ്ടല്ലോ. 18 ഫില്ല് ചെയ്യണം. അപ്പോൾ 1s2 2 ഫില്ല് ചെയ്തു. 2s2 3p 2p6 ആകുമ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്കിപ്പോൾ 10 ഫില്ല് ചെയ്തു. ഇനി എത്ര എണ്ണം എഴുതാനുണ്ട്? 8 കൂടി ഫില്ല് ചെയ്യാനുണ്ട് 18ൽ. അപ്പോൾ നമ്മൾ അടുത്ത ആളായിട്ടുള്ള 2p6 കഴിഞ്ഞാൽ നമ്മൾ 3sനെ എടുക്കും. 3s2 ഇപ്പോൾ എത്രയാണ്? 12 ഫില്ല് ചെയ്തു. ഇനി ഉണ്ടല്ലേ 6 കൂടി ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ 3p6. അപ്പോൾ 3p6 ആകുമ്പോൾ 18 അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആർഗൺ നോക്കാം. 3p6 18 നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് കാൽസ്യത്തിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാൽസ്യം 20 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 20 ഇലക്ട്രോൺ എങ്ങനെ ഫില്ല് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1s2 2s2 3p6 വരെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 18 ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി. 18 ഫില്ല് ചെയ്തു. ഇനി നമുക്ക് 20 അല്ലേ, 2 കൂടി വേണം അറിയാം. അപ്പോൾ അടുത്ത് നമ്മൾ 3D ഒരിക്കലും എഴുതില്ല. നമ്മൾ എഴുതി കൊടുക്കുന്നത് ആരെയാണ്? 4s ആണ് കേട്ടോ. 4s എഴുതുള്ളൂ. കാരണം 3Dക്ക് 4sനേക്കാൾ എനർജി കൂടുതലായതുകൊണ്ട് 4s കഴിഞ്ഞിട്ടാണ് എഴുതുള്ളൂ. അപ്പോൾ 4s2 എഴുതിയപ്പോൾ ഇവിടെ 20 അല്ലേ ഇലക്ട്രോൺ ഫില്ലായിട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി നമുക്ക് നോക്കാം 20 to 30 എലമെൻസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ പോകട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 20th എലമെൻറ്റിൻ്റെ തന്നെ നോക്കാം. ഇത് 21 സ്കാൻഡിയത്തിൻ്റെ നോക്കാം. സ്കാൻഡിയത്തിൻ്റെ നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ 21 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ 21 ഇലക്ട്രോൺസിനെ എങ്ങനെ ഫില്ല് ചെയ്യാം? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ 20 വരെ നമ്മൾ ഫില്ല് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 20 ഇലക്ട്രോൺസിനെ നമ്മൾ 1s2 2s2 അപ്പോൾ ഇപ്പോൾ 4 ഫില്ല് ചെയ്തില്ലേ. അങ്ങനെ 2p6 ഇപ്പോൾ 10 ഫില്ല് ചെയ്തു. ഇനി 3s2 12ാമത്തെ നമ്മൾ ഫില്ല് ചെയ്തു. അങ്ങനെ അടിയിൽ എഴുതാം 3p6 ആയപ്പോൾ എത്രയായി? 18 ഫില്ല് ചെയ്തില്ലേ. പിന്നെ നമ്മൾ 4s2 ചെയ്തപ്പോൾ 20 നമ്മൾ ഫില്ല് ചെയ്തു. 21 അല്ലേ. അപ്പോൾ ഒരെണ്ണം കൂടി മതിയില്ലേ. അപ്പോൾ 3d1 ഓക്കെ. നമ്മൾ 4s2 കഴിഞ്ഞ് 3d1 ചെയ്തു. അങ്ങനെ ഇപ്പോൾ 21 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു.
ഇനി മക്കളെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് 2 പേരിലാണ് ഒരു ചേഞ്ച് വരുന്നത്, 24ഉം 29ഉം. ബാക്കി എല്ലാവരും നമ്മൾ അതേ ഇപ്പോൾ ചെയ്ത മെത്തേഡ് തന്നെ ചെയ്യുക. 24നും 29നും എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് നോക്കാം. 24 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. ഈ 24 ഇലക്ട്രോൺസിന് നമ്മൾ ഫില്ല് ചെയ്തു. അങ്ങനെ ഫില്ല് ചെയ്ത് മക്കൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകത വരുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 1s2 2s2 2p6 3s2 3p6. 3p6 എത്തുമ്പോൾ എത്രയാണ് വരുന്നത്? 18 എണ്ണം ഉണ്ടല്ലേ. 18 ഇലക്ട്രോൺസ് അവിടെ ഫില്ലായി. അപ്പോൾ 20 ആക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ 4s2 എഴുതി കൊടുക്കും. 4s2 കഴിഞ്ഞാൽ നമുക്ക് 24 ആണല്ലേ. ഇപ്പോൾ 20 ആയി. ഇനി നമ്മൾ 3D 4 എഴുതാനാണ് നമ്മൾ പോവുക. പക്ഷേ 3D 4 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ 4 ആയിട്ടിരിക്കാൻ ഒരിക്കലും നമ്മുടെ ഇലക്ട്രോൺ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇലക്ട്രോൺ 3Dയിൽ എപ്പോഴും 5 ആയിട്ടിരിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ, എന്നാൽ മോർ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ 5 ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, ഈ 2വിൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അതായത് ഇവിടെ 4 ആയിട്ടിരിക്കുന്നതിനേക്കാൾ സ്റ്റേബിൾ 5 ആവണം. 5 ആവണമെങ്കിൽ ഒരാൾ വേണ്ടേ. അപ്പോൾ അവിടുന്ന് 4sൽ നിന്നും ഒരാളെ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ ഒരാളിങ്ങനെ വാങ്ങുമ്പോൾ എസിൻ്റെ അവിടെ എന്താവും? എസ് 1 ആയി മാറും. 3D എന്താവും? 5ഉമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഒരാൾ ഇങ്ങോട്ട് കൊടുത്തതുകൊണ്ട് ഇവിടെ 1 ആകും, ഇവിടെ കിട്ടിയതുകൊണ്ട് ഇവിടെ 5 ആകും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്? 4s 1 ആയി, 3D 5 ആയി. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ 29ൻ്റെ കേസിലും ഇതേപോലെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. 4sനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്റ്റേബിൾ. നമ്മുടെ ഇനി 29 നോക്കാം അല്ലേ. 29 തനിയെ നിങ്ങൾ എഴുതി നോക്കിയേ. 1s2 2s2 നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന്. ഈ 29 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ 29 ഫില്ല് ചെയ്ത് വരുമ്പോൾ 1s2 2s2 അത് മിസ് ഇങ്ങനെ എഴുതി പോകട്ടെ. 2s2 അങ്ങനെ നമ്മുടെ 4sൻ്റെ അവിടെ എത്തി. 4s 2 ആകുമ്പോൾ 20 ഇലക്ട്രോൺ ആവുമെന്ന് അറിയാമല്ലേ. 20 ഇലക്ട്രോൺ ഇപ്പോൾ നമ്മൾ 20 ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി 3D 10 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ 21 അല്ലേ, 29 അല്ലേ. അപ്പോൾ 3D 9 എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആയിട്ട് നമ്മൾ ഇരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഓക്കെ അല്ല. എന്താണെന്നറിയോ പ്രത്യേകത? ഇവിടെ ഒരു പ്രത്യേകത വരുന്നത് മക്കളെ നോക്കിയേ. ഇവിടെ 9 ആണ്. നമുക്ക് 3D 10 വരണമെന്നാണ് നമ്മുടെ ഡി ആഗ്രഹിക്കുന്നത്. കാരണം എന്നാലും മോർ സ്റ്റേബിൾ ആക്കണോ അല്ലേ. അപ്പോൾ 9 എന്നത് 10 ആക്കാൻ വേണ്ടി നമ്മുടെ എസിൻ്റെ അടുത്ത് പോയിട്ട് തരുമോ ഒരെണ്ണം തരുമോ എന്ന് ചോദിക്കാം അല്ലേ. അങ്ങനെ തരാൻ പറഞ്ഞപ്പോൾ മക്കളെ തന്നു. എസ് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. എസ് കൊടുത്തപ്പോൾ എസിൻ്റെ 2 പോയിട്ട് അവിടെ 1 ആവും. എസിന് ഇനി 1 ഉള്ളൂ കേട്ടോ. കാരണം ആ 2ൽ നിന്ന് ഒരെണ്ണം ഇവിടെ 9 എന്നത് 10 ആക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്ത്? ഈ 2വിൽ നിന്നും ഒരെണ്ണം ഇപ്പോൾ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എസിൻ്റെ 2 എത്രയായി? 1 ആയി. അപ്പോൾ എസിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് പോയപ്പോൾ ഈ 9 എന്നുള്ളത് എത്രയാവും? ഇനി 10 ആവും. ഇപ്പോൾ 10 ആയി. അപ്പോൾ ഈ ഒരു പ്രത്യേകത, അതായത് ഇവിടെ മാത്രം നമ്മളെല്ലായിടത്തും S2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ S1 വരാൻ കാരണം എന്താ? ഇവിടെ D9 ആയപ്പോൾ D9നേക്കാൾ സ്റ്റേബിൾ 10 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം ഇങ്ങോട്ട് വാങ്ങിച്ചു. അപ്പോൾ ഈ 24ലും 29ലുമാണ് ആ ഒരു പ്രത്യേകതയുള്ളൂ. ബാക്കിയെല്ലാം സെയിം നമ്മൾ ചെയ്യണ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സെറ്റാക്കി. അപ്പോൾ 1 to 30 എലമെൻറ്റുകൾ നിങ്ങൾ പഠിച്ചാലാണ് ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ നമ്പർ സെറ്റാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് സെറ്റായി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അതായത് നമുക്ക് ബ്ലോക്കിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കണേന്ന് നോക്കാം. നമ്മൾ 1s 2s 2p ഒക്കെ നമ്മൾ എഴുതിയവരാണല്ലേ. ഏത് ബ്ലോക്കാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഏതാണ്? എസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എസ് ബ്ലോക്കിലാണ്. പി ആണെങ്കിൽ പി ബ്ലോക്കിലാണ്. അങ്ങനെ ഈസി ആയിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കാം കേട്ടോ മക്കളെ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? ഇവിടെ എസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ് ആണ് ലിഥിയത്തിൻ്റെ എസ് ബ്ലോക്കിലാണ്, ബെർലിയം എസ് ബ്ലോക്കിലാണ്. എന്നാൽ പി ബോറോൺ അപ്പോൾ പി ബ്ലോക്കിലാണ് വന്നിരിക്കുന്നത്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഒക്കെ എന്താണ്? പി ബ്ലോക്കിലാണ്. അപ്പോൾ ഏത് ബ്ലോക്കിലാണ് അവസാനിക്കുന്നത്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത്, അതാണ് അവരുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി പൊട്ടാഷ്യത്തിൻ്റെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 4s ആണ് അവസാനിക്കുന്നത്. അപ്പോൾ 4s എസ്സിലാണ് അവസാനിക്കുന്നത്, എസ് ബ്ലോക്കാണ്. കാൽസ്യം എസ് ബ്ലോക്കാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവരും അവസാനിക്കുന്നത് ഡിയിലാണല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഡി ബ്ലോക്കിലാണ്. ഡി ബ്ലോക്കിലുള്ളവരാണ് ഇവരെല്ലാവരും. ഓക്കെ, നമ്മുടെ
വാൻഡിയം, മാഗ്നീസും അയേൺ എല്ലാവരും എന്താണ് ഡി ബ്ലോക്കിലുള്ളവരാട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചിന്തിക്കുക, ഏത് ബ്ലോക്ക് ഏതാണ് ലെറ്റർ അവസാനിക്കുന്നത് അതാണ് അവരുടെ ബ്ലോക്കായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനുണ്ട്. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ഗ്രൂപ്പ് മാത്രമല്ല പീരീഡും കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് പീരീഡൊക്കെ പഠിച്ചവരാണ് 9th അല്ലേ. അപ്പോൾ 10th വരുമ്പോൾ സബ്ഷെല്ലിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് എസ് ബ്ലോക്കാന്ന് മനസ്സിലായി അല്ലേ. ഒന്നാമത്തെ ആളിരിക്കുന്നത് അവസാനിക്കുന്നത് എസ്സിലാണ്. ബ്ലോക്ക് ഇത് എസ് ബ്ലോക്കാണ്, എസ് അവസാനിക്കുന്നു. ഇതും എസ് ആണ്, ഇത് എസ്. എല്ലാവരും എസ് ബ്ലോക്കിലുള്ള ആൾക്കാരാണ്. ഇനി ഇവരെ ഗ്രൂപ്പ് ചെക്ക് ചെയ്യാം. ഗ്രൂപ്പ് എങ്ങനെ ചെക്ക് ചെയ്യാം? എസ്സിൽ എത്ര നമ്പർ ഉണ്ട് നോക്കാം. അതായത് എസ്സിൻ്റെ മുകളിൽ 2 ആണെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പ്, എസ് 1 ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ഗ്രൂപ്പ് അവിടെ കാണിക്കുള്ളൂ, 1 and 2. ഈ 2 ബ്ലോക്കാണ് എസ്സുകാർക്കുള്ള ഗ്രൂപ്പുകൾ കേട്ടോ. എസ് 1 ആണെങ്കിൽ 1 ഗ്രൂപ്പ്, 2 ആണ് 2 ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് എല്ലാവരും എന്താണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരാണ്. സെക്കൻഡ് ഗ്രൂപ്പിലാണ്. എസ് ബ്ലോക്കും കിട്ടി. ഇനി പീരീഡ് കണ്ടുപിടിക്കുന്നത് ഡിഫറെൻ്റ്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുക്കുമ്പോൾ 1s 2s എന്നൊക്കെ പറയില്ലേ, ആ 1 2 അതായത് n നമ്പർ നോക്കാം. n നമ്പർ, ആ നമ്പറിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള നമ്പർ ഏതാണെന്ന് നോക്കാം. ഇവിടേക്ക് വരുമ്പോൾ 2 ആണ് അവസാനത്തെ ഇതിൽ, നമുക്ക് 2 ആണ് അവിടുത്തെ n കൂടുതലായിട്ട്. അപ്പോൾ അത് സെക്കൻഡ് പീരീഡാണ്. ഇവിടേക്ക് വരുമ്പോൾ 3 ആണ് അവിടെ ഏറ്റവും വലിയ നമ്പർ അല്ലേ, 3. അപ്പോൾ തേർഡ് പീരീഡ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ 4 ആണ് അവിടുത്തെ എന്ന ഷെൽ നമ്പർ. 4 തന്നെയാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അപ്പോൾ 4 ആണ് ഫോർത്ത് പീരീഡാണ്. അപ്പോൾ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് സിമ്പിളാണ്. ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഏത് ലെറ്ററാണ്? എസ് ആണ് എസ് ബ്ലോക്ക്, പി ആണെങ്കിൽ പി ബ്ലോക്ക്, ഡി ആണെങ്കിൽ ഡി ബ്ലോക്ക്, എഫ് ആണെങ്കിൽ എഫ് ബ്ലോക്ക്. ഇനി ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രൂപ്പ് എസ്സിൻ്റെ ആണെങ്കിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എസ്സിൻ്റെ മുകളിൽ 1 or 2 ആണെങ്കിൽ 1 ആണെങ്കിൽ 1 ഫസ്റ്റ് ഗ്രൂപ്പ്, 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി ബാക്കി ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കേണ്ട 1, 2 ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. 1ഉം 2ഉം എസ്സിലാണ് എപ്പോഴും വരെ. എസ്സിൻ്റെ മുകളിലാണ് നമ്പർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 30 to 18 വരെയുള്ള ഗ്രൂപ്പുകാരാണ് നമ്മുടെ പി ബ്ലോക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ പി ബ്ലോക്കിൽ ഉള്ളവർ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെയാണ്? പി ആണ് അവസാനം വന്നിരിക്കുന്നത്, ഈ പി ബ്ലോക്ക് അല്ലേ. അപ്പോൾ അവരെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ പിയിലെ നമ്പർ നോക്കാം അല്ലേ. പിയിലെ നമ്പർ നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറും, അതായത് തൊട്ടടുത്ത് വരുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷനിലെ നമ്പർ എസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ. അപ്പോൾ ഇവിടെ പി ആണ് അവസാനം, P1 എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ആര്? എസ് ആണ്. എസ്സിൻ്റെ മുകളിൽ ഏത് വാല്യൂ ഉള്ള? 2 ആണല്ലേ. അപ്പോൾ അത് വെച്ച് 2 + 2 ചെയ്തിട്ട് അതിനോടൊരു 10 കൂട്ടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 13 കിട്ടും. അപ്പോൾ 3 + 10 13. അപ്പോൾ അത് 13ാമത്തെ ഗ്രൂപ്പാണ്. അങ്ങനെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ആളാരാ? 2 2, അതായത് പിയിലെ വാല്യൂ 2, എസ്സിലെ വാല്യൂ, അടുത്തടുത്തുള്ള ആൾക്കാരുടെ വാല്യൂ കൂട്ടുമ്പോൾ 4 കിട്ടിയിരുന്നു. 4 കിട്ടിയപ്പോൾ 4 + 10 40th ഗ്രൂപ്പ്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എത്രയാണ്? 6ഉം 2ഉം അല്ലേ. അപ്പോൾ 6ഉം 2ഉം 8, 8 + 10 18. അങ്ങനെയാണ് പി ബ്ലോക്കിലെ ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. പി ആണ് അവസാനം വരുന്നതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് പി ബ്ലോക്കിലുള്ളവർ പി അവസാനം കോൺഫിഗറേഷനിൽ വരാണെങ്കിൽ അവസാനത്തെ പിയുടെ കൂടെ ചേർന്ന് വരുന്ന ആരാണ് അയാളുടെ നമ്പർ കൂടി കൂട്ടിയിട്ട് അതിനോടൊരു 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ ഈസി ആയിട്ട് നമുക്കിതുപോലെ കിട്ടും. ഇനി ഡി ബ്ലോക്കിൽ എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? വളരെ ഈസിയാണ് കേട്ടോ. എന്താണെന്നറിയാമോ? ഇവിടെ നോക്കി, ഇപ്പോൾ 4s2 3D എന്ന് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഡി വന്നുകൊണ്ട് ഡി ബ്ലോക്കാന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ ഈസിയാണ്. ഇങ്ങനെ ഈസി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഡീനോട് ചേർന്ന് വന്നിരിക്കുന്നത് ആരാന്ന് നോക്കുക? 4s അല്ലേ, 4s. അപ്പോൾ എസ്സിൻ്റെ മുകളിൽ എത്ര? നമ്പർ 2 ഉണ്ട്. ഡിയിൽ 5 + 5. അപ്പോൾ ഇവരെത്ര? 5ഉം 2ഉം 7, 7th ഗ്രൂപ്പിലാണ്. ഇനി അടുത്ത ആളാരാ? 6 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6ഉം 2ഉം വന്നാൽ നമുക്ക് 6ഉം 2ഉം 8ാമത്തെ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇത് 8ാമത്തെ ഗ്രൂപ്പ്. ഇത് 7ഉം 2ഉം ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 7 2 വന്നുകൊണ്ട് നമുക്ക് 7 2 എത്രയാണ്? 9ാമത്തെ ഗ്രൂപ്പ്. ഇനി 8ഉം 2ഉം ആയതുകൊണ്ട് ഇത് എത്രയാണ്? 10ാമത്തെ ഗ്രൂപ്പ്. 10ഉം 1ഉം വന്നതുകൊണ്ട് 11ാമത്തെ ഗ്രൂപ്പ്.
10ഉം 2ഉം വന്നതുകൊണ്ട് ഇത് എത്രയാണ് 12ാമത്തെ ഗ്രൂപ്പ്. അങ്ങനെ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 നമ്പർ അങ്ങോട്ട് അഡീഷൻ ചെയ്താൽ മതി. പക്ഷെ പി ബ്ലോക്കിലാണ് നമ്മൾ ഇതേപോലെ തന്നെയാണ് പി അവസാനം വരുന്നവർ ഇതുപോലെ ആഡ് ചെയ്തിട്ട് പി ബ്ലോക്കിൽ എന്താ പ്രത്യേകത, ഒരു 10 അങ്ങോട്ട് ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ആഡ് ചെയ്തിട്ട് 10 ആഡ് ചെയ്യേണ്ടത് പി ബ്ലോക്കിൽ, ഡി ബ്ലോക്കിൽ ആ ആഡ് ചെയ്ത നമ്പർ മാത്രം എഴുതിയാൽ ഗ്രൂപ്പ് നമ്പറും ഒക്കെ സെറ്റാവും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പും പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സ് ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്, അതായത് ഇവിടെ 4 ആണല്ലേ, ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും വലിയ വലുത് ഏതാണ്, 4 ആണ്. 4 എന്ന നമ്പറാണ് ഫ്രണ്ടിൽ വരുന്നത്. ആ n നമ്പർ 4 ആയതുകൊണ്ട് നമ്മൾ 4th പീരീഡാന്ന് പറയാം. അങ്ങനെ മാക്സിമം ഏറ്റവും വലിയ വാല്യൂ ഉള്ളത് നമ്മൾ പീരീഡ് ആക്കുന്നു. ഗ്രൂപ്പ് ആക്കുന്നത് ഇപ്പോൾ ചെക്ക് ചെയ്തു, ഗ്രൂപ്പ് ഇതുപോലെ ഇപ്പോൾ ഡിയുടെ ഗ്രൂപ്പ് കണ്ടല്ലോ. ഇനി നമ്മൾ ബ്ലോക്ക് ഈസിയാണ്, അവസാനം ഏതാണ് വരുന്നത് അതാണ് അവിടുത്തെ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആക്കുക. ഇനി ക്വസ്റ്റ്യൻ ആൻസറുകൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ, അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയാലാണ് എക്സാം ഈസി ആവുള്ളൂ. എക്സാമിന് മിക്കവരും പറയുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നാണ്. പക്ഷെ നമ്മൾ ഈ പഠിച്ച മെത്തേഡ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസിയാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് പഠിക്കുക.